Welcome to Flavors of Thailand. നമ്മളങ്ങനെ ക്രാബിലെത്തി. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇനി ഇവിടെ നമ്മൾ ഒരു ചെറിയൊരു കറക്കത്തിന് ഇറങ്ങുവാണ്. കറക്കം എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതലും കടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊരു ബീച്ച് സൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഒരു ഐലൻഡാണ്. അതുകൊണ്ട് തന്നെ ബീച്ച് കാഴ്ചകളാണ് ഇനി കാണാൻ പറ്റുന്നത്. ഇവിടെ പോകുന്ന ഇപ്പോൾ 4 ഐലൻഡ് ടൂറാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് ചപ്പ് ഐലൻഡ്, പോഡ ഐലൻഡ്, ചിക്കൻ ഐലൻഡ് ആൻഡ് റെയിലേ ബീച്ച്. ഇത്രയും സ്ഥലങ്ങളിലേക്ക് എൻ്റെ ദൈവമേ, നമ്മളൊരു ഐലൻഡ് ടൂർ എടുത്ത് കട്ടപ്പോട് പറഞ്ഞ് എനിക്ക് ഭയങ്കര കടൽ പ്രക്ഷുബ്ധമാണ്. പേടിച്ച് മറിച്ചിരിക്കുകയാണ്. നോക്കിക്കോളൂ, ഒരു രക്ഷയില്ല. ബോട്ട് കിടന്ന് ഇങ്ങനെ ആടി ഒളിയാണ്. എനിക്ക് സത്യത്തിൽ നല്ല പേടി. ഞാൻ സാധാരണ ലൈഫ് ജാക്കറ്റ് ഒന്നും ഇടുന്ന ആളല്ല, ഭയങ്കര മടിയാണ്. പക്ഷെ ഞാൻ അറിയാതെ ലൈഫ് ജാക്കറ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ റീലേ ഐലൻഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നോക്ക്, ഇവിടെ ഒന്നും വെള്ളത്തിന് താഴ്ചയേ ഇല്ല, നല്ല ഷാലോ വാട്ടർ. ഇനി 1 മണിക്കൂർ സമയം നമുക്ക് ഇവിടെ കറങ്ങി നടക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളുടെ ബോട്ടിൽ കയറിയിട്ട് ഈ പ്രക്ഷുബ്ധമായി കിടക്കുന്ന കടലിലൂടെ ഒരു സെക്കൻഡ് യാത്ര. അത് അടുത്ത ഐലൻഡിലേക്കാണ്. എന്താകും എന്നറിയില്ല, എന്നാൽ ഇവിടെയൊക്കെ ഒന്ന് നടന്നു. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റിംഗ് ആണ്. നോക്കും, ബാക്കിലെ മൗണ്ടൻസും ഭയങ്കര രസമല്ലേ. നല്ല മനോഹരിയായ കടലും നല്ല വൈറ്റ് സാൻഡി ബീച്ച്, ഇറങ്ങി നടക്കാൻ പറ്റുന്നൊരു ബീച്ച്. നമുക്കിങ്ങനെ ഈ ഒരു ബീച്ച് സൈഡിൽ നടന്ന് പിന്നെ ആ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആക്ടിവിറ്റീസ് ഉണ്ട്. അവിടെ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാൻ വേണമെങ്കിൽ ഇപ്പം നോക്കൂ, എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു ഇവിടുത്തെ സെറ്റിങ്സ് എന്ന്. ബാക്കിലേക്കൊന്ന് നോക്കൂ, അതിമനോഹരിയായ ബ്ലൂ സീ ശരിക്കും ഒരു എന്താ പറയുക, കടലിൻ്റെ ആ കറക്റ്റ് കളറ്. ആ ഒരു സീ ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറിലേക്ക് വരുന്നില്ല, ഒരു ഗ്രീനും ബ്ലൂ എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു മനോഹരമായൊരു കളർ. അതിലേക്ക് ഇങ്ങനെ കണ്ടില്ലേ, ഇതേ ബോട്ട്സ് എല്ലാം ഇങ്ങനെ വന്നെടുക്കുന്നു, നമ്മൾ വന്നതുപോലെ. ഇവിടെ കൂടുതലും ഈ ലോങ് ടെയിൽ ബോട്ട്സ് ആണ് കാണുന്നത്, സ്പീഡ് ബോട്ടിനെ കാട്ടി കൂടുതൽ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആ വലിയ ഒരു മൗണ്ടൻ ആണ്, ഒരു പ്രത്യേക ഷേപ്പിൽ നിൽക്കുന്ന ഒരു മൗണ്ടൻ.
സർക്കിൾ ചെയ്തിട്ടുണ്ട്. അത്രയും എൻക്ലോഷറിൻ്റെ അകത്ത് സ്വിമ്മിങ് എന്ത് വേണമെങ്കിലും ആകാം. ഭയങ്കര സേഫായിട്ടുള്ളൊരു ഏരിയ മാർക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെ ധാരാളം കുട്ടികളെയൊക്കെ കൊണ്ട് അച്ഛനമ്മമാരെല്ലാം വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ബീച്ച് സൈഡ് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ. ഇതൊരു ഡിഫറെൻറ്റ് ആംബിയൻസും ഡിഫറെൻറ്റ് സെറ്റിങ്ങുമായിട്ട് ഇങ്ങനെ മലകളും പാറക്കൂട്ടങ്ങളുമായിട്ട് ഇങ്ങനെ ബാക്ക് ഡ്രോപ്പ് ഭയങ്കര രസമാണ്. റെയിലേ ബീച്ച് ഇതാണ് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 4 ഐലൻഡ് ട്രിപ്പിൽ ആദ്യം വന്ന് എത്തുന്നത് ഇവിടെയാണ്. ഇവിടേക്ക് മാത്രമായിട്ട് വേണമെങ്കിലും വരാം, പക്ഷേ ഇവിടെ കാറിലും അങ്ങനെയൊന്നും വന്ന് എത്താൻ പറ്റില്ല, ബോട്ടിൽ തന്നെ വരാൻ പറ്റുള്ളൂ. കുറച്ച് മാറിയിട്ടാണല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ക്രാബി ഐലൻഡിൻ്റെ സ്പെഷ്യാലിറ്റീസിൽ ഒന്നാണ് ഈ റെയിലേ ബീച്ച്, റെയിലേ ഐലൻഡ് ബീച്ച്. എന്ത് രസമല്ലേ, ഭയങ്കര രസമാണ്. ഇത് വാസ്തവത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഒരു പ്ലാൻ ചെയ്ത് വന്നാൽ മതി. അപ്പോൾ നമുക്കിപ്പോൾ 1 മണിക്കൂർ സമയമുണ്ട്, വേണമെങ്കിൽ അത്യാവശ്യം ഭക്ഷണം കഴിക്കാം. ഇവിടെ അതിനുള്ള ഈറ്ററീസ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടെയും കൂടെ വേണമെങ്കിൽ ഒന്ന് കയറി നോക്കാം. നമ്മുടെ ബോട്ട് എന്തായാലും വെയിറ്റിങ്ങിലാണ്. എൻ്റെ ദൈവമേ, തിരിച്ച് ബോട്ടിൽ കയറി കടലിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന കാര്യം ഞാൻ ഇപ്പോഴേ ആലോചിച്ച കിടാ വറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്ത് ശാന്ത സുന്ദരമായി കിടക്കുന്നു കടൽ. നല്ല നീല ടർക്കോയിസ് ബ്ലൂ കളറിൽ, സീ ബ്ലൂ കളറിൽ മനോഹരിയായിട്ടൊരു ഗ്രീൻ ആൻഡ് ബ്ലൂ മിക്സ്ചർ കളറിൽ ഷാലോ വാട്ടറാണ്, അതാണ് അങ്ങനെ കാണുന്നത് ഈ ഭാഗത്തെല്ലാം. ശരിയായിട്ട് വൈകുന്നേരങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ റെസ്റ്റോറൻറ്റ് വരുന്നു, ഭക്ഷണം കഴിച്ച് ആസ്വദിക്കുന്നു. പിന്നെ 1 ഡേ ട്രിപ്പ്, ഹാഫ് ഡേ ട്രിപ്പൊക്കെ എടുത്ത് വരുന്നവരും ഇതുപോലെ തന്നെ എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരും. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ്. ഇവിടെ എല്ലാം ഒരുപാട് ഹണിമൂൺ കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. നല്ല ഒരു സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഡെസ്റ്റിനേഷനാണെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഭയങ്കര രസമാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ആദ്യത്തെ ഐലൻഡ് എത്തിയിട്ടേ ഉള്ളൂ, ആദ്യത്തെ ബീച്ച് കണ്ടു. ഇനിയും കാണാനുണ്ട്. ഇത് 3 ഐലൻഡ്സ് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നാളെ വേറൊരു ഏരിയയിലേക്ക് നമ്മളൊരു സ്പീഡ് ബോട്ടിൽ പോകാൻ പോകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ് എല്ലാവരും. നല്ല സ്റ്റൈലായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ. പിന്നെ ബോട്ടിൽ ആൾക്കാർ വന്ന് ഇറങ്ങുന്നുണ്ടോ. ഇതുപോലെ നമ്മളെപ്പോലെ 1.5 ഡേ പ്രൈവറ്റ് ടൂർ എടുത്ത് വന്ന ആൾക്കാരാണ്. ലോങ് ടെയിൽ ബോട്ട് എന്നാണ് ഈ ബോട്ടിന് പറയുന്നത്, വള്ളം പോലെ ഇരിക്കുന്നത്. ഇതൊരു രസകരമായ കാഴ്ചയാണ്. അമ്മയും കുഞ്ഞും കൂടി വെള്ളത്തിലിരുന്ന് സെൽഫി എടുക്കുന്നു. കണ്ടോ സെൽഫി എടുക്കാനായിട്ട് വെള്ളത്തിലിരിക്കുന്നത്.
രസമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇത് ഒരു ബീച്ചിൽ ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു കാഴ്ച. അമ്മയും കുഞ്ഞും കൂടി ഇങ്ങനെ വെള്ളത്തിൽ സെൽഫി എടുത്തത് ഭയങ്കര രസകരമായിട്ടുള്ള തോന്നിയാണ്. ഇവിടെ കയാക്കിംഗ് പോലെ ഉള്ള യാത്രകൾ, സ്നോർക്കലിംഗ് എല്ലാ കാര്യങ്ങളും പറ്റും. കണ്ടില്ലേ, രണ്ടാൾക്കാർ അങ്ങനെ പോകും. അങ്ങനത്തെ സ്മോൾ ടൈപ്പ് ഓഫ് ബോട്ട്സിൽ പോകാം. അപ്പോൾ റെയിൽവേ ബീച്ച് ഐറ്റംസ് എന്തൊക്കെയാണ് നമ്മൾ കാണുകയാണ്. ബീച്ച് ഏരിയ, അത് കഴിഞ്ഞിട്ട് വലിയ റിസോർട്ട്സ്, റെസ്റ്റോറൻറ്റ്സ്, പിന്നെ നമ്മൾ കുറച്ച് ഷാക്സ് പോലെ നല്ല രസമുള്ള വേറെയും കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ ആ ഭാഗത്തേക്ക് പോകും. ഫുഡ് കോർട്ട്സ് ഒക്കെയുള്ള ചെറിയ ചെറിയ ഷാക്സ്. അപ്പോൾ റിയൽ ടേക്ക് അവേസ് ഉണ്ട്, സാൻഡ്വിച്ചസ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അത്. അപ്പോൾ തായ് പാൻ കേക്ക് കിട്ടുന്നതാണ്. ഇവിടെ എത്ര ഫ്ലേവേഴ്സ് ഉണ്ടറിയാം. ബനാന, മാംഗോ, പൈനാപ്പിൾ, സ്ട്രോബെറി, ബ്ലൂബെറി ആൻഡ് ലെമൺ. ഞാനൊരു മാംഗോ വേണോ, ഏത് വേണം നോക്കാം. പാൻ കേക്കിൻ്റെ മേക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. മാവ് ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് പരത്തി തിന്നായിട്ട് പരത്തി എടുക്കും. അതിൻ്റെ ഉള്ളിൽ കുറച്ച്, ഇതിപ്പം ബനാന പാൻ കേക്കാണ് ചെയ്യുന്നത്, വേറെ ആർക്കും വേണ്ടി ചെയ്യുന്നതാണ്. കുറച്ച് ബട്ടർ, കുറച്ച് ഓയിൽ, ബട്ടറും ഓയിലും, ചോക്ലേറ്റ് സോസ്. അപ്പോൾ നമ്മളുടെ സ്ട്രോബെറി പാൻ കേക്ക് ആൻഡ് പിന്നെ ഞാൻ ഒന്നുകൂടി പറഞ്ഞു മാംഗോ പാൻ കേക്ക് അത് ചെയ്യാണ്. ഇങ്ങനെ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ ഒരു ഡോയിൽ നിന്നും എടുത്തിങ്ങനെ ഇങ്ങനെ ആക്കുന്നു. വളരെ തിന്നായിട്ട് പരുത്തുക. കുറച്ച് എണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് ഈ പരത്തി ഖനം കുറച്ച് പരത്തിയ ഈ ഒരു ചപ്പാത്തി പോലെ അതിൻ്റെ മുകളിൽ മാംഗോ സ്ലൈസസ് എന്നിട്ട് മടക്കുന്നു 4 സൈഡിൽ നിന്നും. ഇതൊരു ടൈപ്പ് നമ്മൾ പൊറാട്ടാസൊക്കെ ഈ സ്റ്റഫ് എന്ന് പറയാം, എഗ് പൊറാട്ടയൊക്കെ ചെയ്യുന്ന പോലെയാണ്. മുട്ടയ്ക്ക് പകരം ഇങ്ങനെ ചെയ്യുന്നു. തിരിച്ചു മറിച്ച് വിട്ട് സ്റ്റഫ് പൊറാട്ട മാതിരി. എന്നിട്ട് ഇത് എടുക്കും പ്ലേറ്റിൽ. കുറച്ച് വെണ്ണയും കൂടി ചേർക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടല്ലോ എങ്ങനെയാണ് പാൻ കേക്ക്സ് ചെയ്തതെന്നല്ലേ. അപ്പോൾ ഇങ്ങനെ പരത്തി ഉരുട്ടി വെച്ചിട്ടുണ്ട് ഡോ. അതിങ്ങനെ പരത്തി തിന്നായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് അത് എണ്ണയിൽ ഇങ്ങനെ ഇട്ട് ഒന്ന് 2 ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്താണ് സ്റ്റഫിങ് അത് വെക്കുന്നു. ഇതിപ്പം മാംഗോ സ്റ്റഫിങ് വെച്ചു. എന്നിട്ട് അത് 4 സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്തു. കുറച്ച് വെണ്ണയും കൂടി ഇട്ട് വീണ്ടും അപ്പുറം ഇട്ട് തിരിച്ച് മൂപ്പിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഒരെണ്ണം കഴിഞ്ഞു. ഇനി അതിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ടോപ്പിംഗ് വെച്ചിട്ട് തരും. ഞാനൊരു മാംഗോ പാൻ കേക്ക് പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ബ്ലൂബെറി ആക്കാൻ പോവാണ്. സ്ട്രോബെറി മാറ്റി. കാര്യം സ്ട്രോബെറി ഫ്രഷ് അല്ല, ജാമാണ് ഇടുന്നത്. ബ്ലൂബെറിയും ഫ്രഷ് അല്ല തോന്നുന്നു. നോക്കാം. ഇത് വേറെ സ്റ്റൈൽ. 4 സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ട് എണ്ണയും വെണ്ണയും കൂടിയുള്ള കോമ്പിനേഷനിലിട്ടു. ഇത് ആദ്യത്തെ നമ്മളുടെ മാംഗോ അതിനെ കട്ട് ചെയ്യുന്നു. ടോപ്പിംഗ് എന്താണെന്ന് നോക്കട്ടെ. വാട്ട് ഈസ് ദ ടോപ്പിംഗ്? ചോക്ലേറ്റ്? ന്യൂട്ടെല്ല ടോപ്പിംഗ് കൊടുക്കാം. മാംഗോ ന്യൂട്ടെല്ല പാൻ കേക്ക്. ആഹാ, വെരി ഗുഡ്. യെസ്, ലുക്കിംഗ് നൈസ്. ബ്ലൂബെറി ഇടാൻ പോവാണ്. ഇത് ബ്ലൂബെറി എന്താണ് പ്രിസർവ്. അത് ടോപ്പിംഗ് പോലെയാണ്. അകത്ത് ഫില്ലിംഗ് ഒന്നുമില്ല. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. മറ്റത് ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ടാണല്ലോ. പഴമാണെങ്കിലും പൈനാപ്പിൾ ആണെങ്കിലും മാംഗോ ആണെങ്കിലും ഫ്രൂട്ട്സ് വയ്ക്കും. ഇതിലങ്ങനെയല്ല. ഇതിലിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ടോപ്പിംഗ് ആയിട്ട് ബ്ലൂബെറി ഇത് അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. ടോപ്പിംഗ് ഒന്നുമില്ല വേറെ. ഇത് തന്നെയാണ് ടോപ്പിംഗ്. ദിസ് ഇസ് ചിക്കൻ ഇട്ടു. ചിക്കൻ്റെ പീസസ്, ചീസ് വെച്ചു.
ചീസൊക്കെ മെൽറ്റായി ഇങ്ങനെ അകത്തിരിക്കുകയാണ്. ഇനി സോസ്, ടൊമാറ്റോ സോസ്. താങ്ക് യു. അപ്പോൾ 3 കാര്യങ്ങളായി. ഇനി ഇവരുടെ റെസ്റ്റോറൻ്റാണ് ഈ നേരെ ഓപ്പോസിറ്റ് കാണുന്നത്. ആ ഭാഗത്തേക്ക് പോവാം. അവിടെ ഇരിക്കാം. എൻ്റെ അടുത്ത മെനു നോക്കുകയാണ്. എന്തൊക്കെ വേറെ ഫുഡ്. ലഞ്ച് കഴിച്ചില്ലല്ലോ, അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് പോകാം. പല ടൈപ്പ് ഓഫ് ഫുഡുണ്ട്. നമുക്കിതിൽ തായ് തന്നെ ഓർഡർ ചെയ്യാം. ചിക്കൻ ട്രഡീഷണൽ തായ് സ്റ്റൈൽ ഉണ്ട്. പട്ട് തായ് ഉണ്ട്. നമ്മൾ നൂഡിലാണെങ്കിൽ അങ്ങനെ, ഫ്രൈഡ് റൈസ് ആണെങ്കിൽ അങ്ങനെ. നൂഡിൽ സൂപ്പർ ഫ്രൈഡ് നൂഡിൽ. ഓക്കെ, സ്റ്റൈൽ ഫ്രൈഡ് നൂഡിൽ, ഫ്രൈഡ് നൂഡിൽ വിത്ത് ഷ്രിംപ് ഓർ ചിക്കൻ അങ്ങനെയുണ്ട്. ഏതെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യാം. ഓക്കെ, I'll have a mashed potato. Yeah, I'll have one. And will it take time? Take time? No? Fast? Yeah, Thai food, noodle, and Thai fried rice. For Thai fried rice? Yeah, Thai fried rice. Yeah. And noodle. Thai fried rice one. You want with chicken or with shrimp? This one with chicken. Thai fried rice with chicken. Yes. One Thai fried rice. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ ഫുഡ്, മെയിൻ ഫുഡ് കഴിഞ്ഞിട്ടാണല്ലോ ഇതൊക്കെ കഴിക്കേണ്ടത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല. മാംഗോ ആൻഡ് ന്യൂട്ടെല്ല പാൻ കേക്ക്. ആഹാ, ഇതൊരു നല്ല കോമ്പിനേഷൻ. നൈസ്. ഇനി അടുത്തത് ഇത് ബ്ലൂബെറി ടോപ്ഡ് പാൻ. ഇത് വേറൊരു ടേസ്റ്റ്. ഫ്രഷ് ഫ്രൂട്ട്സ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഫ്രഷ് ഫ്രൂട്ടും കൂടി ഉണ്ടായിരുന്നെങ്കിലും അതിഗംഭീരമാകും. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് മാംഗോ ആൻഡ് ന്യൂട്ടെല്ല. ഇത് ചിക്കൻ ആൻഡ് ചീസ്. കുറച്ച് സോസും കൂടി ഒഴിക്കാം. ടൊമാറ്റോ സോസ്. ചീസൊക്കെ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് ചീസും ചിക്കനും സോസും എല്ലാം കൂടി ഇത്ര കോമ്പിനേഷൻ. ഇത്രയും കഴിച്ച് കഴിയുമ്പോൾ പിന്നെ മെയിൻ ഫുഡ് കഴിക്കാൻ സ്ഥലം കാണുമോയെന്ന് സംശയമുണ്ട് മനസ്സിൽ. പക്ഷേ ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഇത്തരം ഫുഡാണ്. എനിക്ക് മെയിൻ ഫുഡിനെക്കാട്ടിലും ഇഷ്ടം സ്നാക്സും ഡിസേർട്ട് ഐറ്റംസ് എല്ലാം. അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും യാത്ര ഭയങ്കര രസകരമാണ്. അഡ്വഞ്ചർ ആയിരുന്നെങ്കിലും അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞ സ്ഥലത്ത് ഒരു സന്തോഷം കിട്ടുക. ഇനി വീണ്ടും നമ്മൾ ബോട്ടിലേറി പോകാനുള്ളതാണ് അടുത്ത ഐലൻഡിലേക്ക്. ഫാസ്റ്റാക്കാം. ഇതാണ് എൻജോയ്മെൻറ്റ്. ഇഷ്ടപ്പെട്ട ഭക്ഷണം, എക്സോട്ടിക് സ്ഥലങ്ങൾ, ആ സ്ഥലത്തിൻ്റെ ആംബിയൻസിൽ നിന്ന് കഴിക്കാൻ പറ്റുക. ഭയങ്കര ഭാഗ്യം വേണം അവിടെ. ശരിക്കും നല്ല രസമാണ്. നിങ്ങൾക്കും വരാം, ട്രിപ്സ് പ്ലാൻ ചെയ്യുക. ഹണിമൂൺ തന്നെ ആവണം എന്നില്ല. സെക്കൻഡ് ഹണിമൂൺ ആകാം, അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറീസ് ആകാം. രസമാണ്. കുട്ടികളായിട്ട് വന്നാലും എൻജോയ് ചെയ്യും. ഫാമിലി ട്രിപ്പ് ആകാം. തായ് ചിക്കൻ ഫ്രൈഡ് റൈസ്, അതിൻ്റെ കൂടെ ഒരു സോസ്, ഒരു ചെറിയ സാലഡ് നല്ലതായിട്ട് അലങ്കരിച്ച. നന്നായിട്ടുണ്ട്. ഗുഡ് ഫ്ലേവർ. തായ് ഫ്രൈഡ് റൈസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിനകത്ത് ടൊമാറ്റോയും സവാളയും എല്ലാം ചേർത്തിട്ടാണ് ചെയ്യുന്നത്. സോസ്
ചെറിയ സോസസ്, പിന്നെന്താ സ്പ്രിംഗ് ഓണിയൻ ധാരാളം. വെരി നൈസ്. ക്യാപ്സിക്കത്തിൻ്റെ ഉപയോഗം ഇതിൽ ഞാനിപ്പോൾ കണ്ടിട്ടില്ല, കാണുന്നില്ല. ഞാൻ തിരക്ക് പിടിച്ച് കഴിച്ച് തീർക്കുകയാണ്. നമ്മുടെ ബോട്ട് വെയിറ്റ് ചെയ്യണം. 1 hour സമയം ഉണ്ടായിരുന്നത്. അപ്പോൾ 1 hour എല്ലാം കഴിഞ്ഞു. ദൈവമേ, ബോട്ട് നമ്മളെ വിട്ട് പോയോ? പെട്ടെന്ന് കഴിക്കും. അങ്ങനെ നല്ല ഒരു ലഞ്ച് കഴിഞ്ഞു. ലഞ്ചെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകാറായി. നമ്മളിപ്പോൾ എന്താ പറയുക, സമയം ഞങ്ങളുടെ കുറേ പോയി കഴിഞ്ഞു നമ്മളുടെ. ഇനി 3 ഐലൻഡ്സും കൂടി തീർക്കാനുണ്ട്. പെട്ടെന്ന് പോകാം.